മദ്യപിച്ചോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ വാഹനമോടിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി UAE. ഫെഡറൽ ട്രാഫിക് നിയമപ്രകാരം വൻതുക പിഴയായും തടവ് ശിക്ഷയും ലഭിക്കുമെന്നും ലൈസൻസ് അടക്കമുള്ള റദ്ദാക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളാകും നിയമലംഘകരെ കാത്തിരിക്കുക എന്നും അധികൃതർ അറിയിച്ചു. UAEയിൽ മദ്യപിച്ച് വാഹനമോടിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യുന്നവർക്ക് തടവ് ശിക്ഷയോ 20,000 ദിർഹം മുതൽ 1,00,000 ദിർഹം വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കും. ആദ്യ തവണ കുറ്റം ചെയ്താൽ കുറഞ്ഞത് 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. രണ്ടാം തവണ 6 മാസത്തേക്കും മൂന്നാം തവണ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്യും. ലഹരി മരുന്നുകളോ മാനസിക നിലയെ ബാധിക്കുന്ന മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ച് വാഹനമോടിക്കുന്നവർക്ക് 30,000 മുതൽ 2,00,000 ദിർഹം വരെ പിഴയും തടവ് ശിക്ഷയും ലഭിക്കും. ആദ്യ തവണ കുറ്റം ചെയ്താൽ കുറഞ്ഞത് 6 മാസം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും രണ്ടാമത് കുറ്റം ആവർത്തിച്ചാൽ 1 വർഷത്തേക്ക് ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. ലൈസൻസ് സസ്പെൻഡ് ചെയ്ത കാലയളവിൽ വീണ്ടും വാഹനം ഓടിച്ചാൽ 3 മാസം വരെ തടവോ 10,000 ദിർഹം പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കും. ലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കി മരണത്തിനിടയാക്കിയാൽ കുറഞ്ഞത് 1 വർഷം തടവും 1,00,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും നിയമം വ്യവസ്ഥ ചെയ്യുന്നു. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഗുരുതര അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമായി ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് UAE അധികൃതർ മുന്നറിയിപ്പ് നൽകി. ജനം, ദുബായ്.